നിങ്ങളിവിടെ കൊണ്ടുവരുമ്പോ ജീവന്റെ ഒരു തുടിപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതും ഇല്ലാണ്ടായി. ആള് പോയി. എന്തായി കിരണേട്ടാ? പോയി, മുമ്പ് മരിച്ചു. നല്ലൊരു മനുഷ്യനായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. നന്മ കൂടിയതുകൊണ്ട് ഒരുത്തന്റെ ചതി മനസ്സിലായില്ല. അത് വേലുവിന് മനസ്സിലായി. എന്നാൽ അവന്റെ വാക്കുകൾ കേൾക്കാൻ ആരും തയ്യാറായില്ല. സാറേ, സാർ മാമൻ എങ്ങനെയുണ്ട് സാറേ? ഹരീഷും ബൈജും കൂടെ മൂപ്പന്റെ ബോഡി ഊരിലെത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. അതുപോലെ ലക്ഷ്മിയെ വിളിച്ച് വിവരങ്ങളെല്ലാം കൊടുക്കണം. അവരിനി ഓരോ നിമിഷവും സൂക്ഷിച്ചു പോയേ പറ്റൂ. അവൻ സ്വയം തീർന്നാലും കാർത്തികയെ ലക്ഷ്മിയെ ഇല്ലാതാക്കണം അവന്റെ ആഗ്രഹം. അതിനുവേണ്ടി അവൻ എന്തും ചെയ്യും. എന്ത് വൃത്തികേടുകൾ വേണമെങ്കിലും. ആ കിരണേ, എന്താ മോനെ? എങ്ങനെയുണ്ട് അച്ഛന്? അച്ഛന് കുറച്ച് കൂടുതലാണ്. അത് പറയാനല്ല ഞാൻ വിളിച്ചത്. ലക്ഷ്മിയുടെയും കാർത്തികയുടെയും കണക്കൂട്ടലുകൾ ശരിയായിരുന്നു. അവൻ ഇനിയും മരിച്ചിട്ടില്ല. ആ ഗംഗാപ്രസാദ്. അവനിപ്പോ എവിടെയാ കിരൺ? അന്ന് അവനെ തല്ലിയില്ലേ, ആ കാട്ടിൽ തന്നെ. അവിടെ സാധുക്കളായ മനുഷ്യരെ സ്വാധീനിച്ച് അവനോട് കൂടുകയായിരുന്നു. അവരൊരു വൈൽഡ് ഫോട്ടോഗ്രാഫറാണെന്നും കാടിനെയും കാട്ടുമക്കളെയും ചൂഷണം ചെയ്യുന്നവരെ കുറിച്ച് പഠിക്കാൻ വന്നതാണെന്നൊക്കെ അവനെ ഊരിലുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കായിരുന്നു. അവിടെ സംസാരശേഷി ഇല്ലാത്തവനായിട്ടാ അവൻ അഭിനയിച്ചത്. അവനെ പറ്റിയുള്ള കാര്യങ്ങൾ അവൻ അവരെ എഴുതി കാണിക്കുകയായിരുന്നു ചെയ്തത്. അവരുടെ എല്ലാ സഹതാപം പിടിച്ചുപറ്റി അവരെ കൊണ്ട് അവൻ പഴയ ശരീരത്തിലേക്ക് തിരിച്ചു വന്നു. ചതഞ്ഞ ശരീരം അവൻ നേരെയാക്കി. അവനെവിടെ? ആ, അതറിയില്ല. പക്ഷെ അവനെ ഊരിൽ നിന്നും പോകുന്നതിന് മുമ്പ് അവനെ സംരക്ഷണം ഒരുക്കിയ, അവനെ ഞങ്ങളിൽ നിന്നും ഫോറസ്റ്റുകാരിൽ നിന്നും മറച്ചു പിടിച്ച കാട്ടുമൂപ്പനെ കൊന്നിട്ടാണ് അവൻ ആ സ്ഥലത്തു നിന്നും പോയിരിക്കുന്നത്. സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് കാട്ടുമൂപ്പൻ അവനെ ചോദ്യം ചെയ്തപ്പോ അയാളെ അവൻ അവസാനിപ്പിച്ചു. ഒരു കാര്യം ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. അവനെ പോലുള്ള ഒരുത്തൻ മരിച്ചെന്ന് ഉറപ്പായിട്ടേ നമ്മൾ അങ്ങനെ ഒരു വ്യക്തി അവൻ ഉണ്ടായെന്ന് പറയാൻ പാടുള്ളൂ. വെട്ടി കണ്ടിച്ചാലും മരിക്കാത്ത ഒരുത്തനാണ് അവൻ. പുതിയ ജീവിതത്തില് ഇനി അവൻ ആരെയൊക്കെ തീർക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ക്രിസ്മസ് ഫാദറിന്റെ വേഷത്തിൽ വന്നത് അവനാണെന്ന് തർപ്പിച്ച് പറയാലോ? പറയാം, അവൻ തന്നെയാണ് വന്നത്. അതുപോലെ തന്നെ ഞാനും കല്യാണിയും കൂടെ തേൻ കളക്ട് ചെയ്യാനായിട്ട് മൂപ്പന്റെ വീട്ടിൽ ചെന്നപ്പോ അവനോട് ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഭീകരരാണെന്ന് കരുതി മൂപ്പനും ഞങ്ങൾക്ക് തേൻ നിന്ന അങ്ങേരുടെ അനന്തരവനായ വേലുവൊക്കെ ഞങ്ങളിൽ നിന്ന് അവനെ മറച്ചു നിർത്തുകയായിരുന്നു. ഈ പറയുന്ന വേലു സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നു. മൂപ്പന്റെ മോൾ അമലു. മൂപ്പന്റെ മോളും വേലുവായിട്ടുള്ള കല്യാണം പറഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ആ പെണ്ണുമായിട്ട് ഗംഗാപ്രസാദ് നന്നായിട്ട് അടുത്തു എന്നാണ് വേലു പറഞ്ഞത്. അടുത്ത് കാണും. അവൻ ആരാണെന്ന് തിരിച്ചറിയാത്തവരെ അവന്റെ സംസാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും കയ്യിലെടുക്കും. അവരെ കൊണ്ടൊക്കെ നല്ലത് പറയിക്കും. അപ്പൊ തേനില് വിഷം കലർത്തിയതും അവനായിരുന്നു മോനെ? അതെ, അവൻ തന്നെയാണ് അത് ചെയ്തത്. മൂപ്പന്റെ ഊരിൽ ചെന്നപ്പോ ഞങ്ങൾ അവനെ കണ്ടില്ല. പക്ഷേ അവൻ ഞങ്ങളെ കണ്ടു കാണും. ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കുകയോ മറ്റെന്തോ ചെയ്ത സമയത്ത് അവൻ മൃഗങ്ങളെ കൊല്ലാൻ വെച്ച വിഷം തേനിൽ കലർത്തിയതായിരിക്കും. നമ്മളെല്ലാവരും അത് കഴിച്ചിരുന്നെങ്കിൽ ഒരു കൂട്ടമരണം ഉണ്ടാവുമായിരുന്നല്ലോ കിരൺ. അത് ആലോചിക്കാതിരിക്കുകയാണ്. ആലോചിക്കുമ്പോ പേര് തോന്നുക. ആ തേനൊന്ന് ടേസ്റ്റ് ചെയ്തേ ഉള്ളൂ, അവിടെ വീണു. എന്തായാലും ഇനിയിപ്പോ കാർത്തികയും ലക്ഷ്മിയും ഒന്നും സാഹസൊന്നും കാണിക്കാതിരിക്കുക. പുറത്തൊന്നും അധികം ഇറങ്ങരുത്. അവൻ നിങ്ങളെ ലക്ഷ്യം വെച്ചാണ് നടക്കുന്നത്. അതുപോലെ ദിലീപിനെയും വിവരം അറിയിക്കണം. അയാളുടെ ജീവനും ഭീഷണിയുണ്ട്. അത് പറയാനാണ് ഞാനിപ്പോ വിളിച്ചത്. എന്താ അമ്മേ? അത് പിന്നെ കിരൺ സമ്മതിച്ചു. അവൻ മരിച്ചിട്ടില്ലെന്ന്. എന്നാ കിരൺ തല്ലി കൊക്കയിലെറിഞ്ഞ ആ കാട്ടിൽ തന്നെ ഉണ്ട്. അവൻ തന്നെയാ തേനില് വിഷം കലർത്തിയെന്നാ കിരൺ പറഞ്ഞത്. അമ്മേ, അവനിനി നമ്മളെ സ്നേഹിക്കുന്ന ആരെയും കൊല്ലാൻ പാടില്ല. അവനെ കെട്ടിയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷേ അതിനവൻ മുന്നിൽ വന്ന് നിൽക്കില്ലല്ലോ. എടാ വേലു, ഇവിടെ പരിചയത്ത് ആരെങ്കിലും വന്നാൽ ഞങ്ങൾ അറിയിക്കണമെന്ന് നേരത്തെ പറഞ്ഞതല്ലേ? എന്നിട്ട് എന്താ പറയായിരുന്നത്? അങ്ങനെ ഒരു ചതിയിലാണ് സാറേ ഞങ്ങൾ പാല് കൊടുത്തത്. അവന് സംസാരശേഷി ഇല്ലാന്ന് കരുതിയിട്ടാണ് സാറേ അവനോട് മാമനും മാമയും അമലും ഒക്കെ സഹതാപം കാണിച്ചത്. നിന്റെ പെണ്ണിനെ അവൻ കൂട്ടിക്കൊണ്ട് പോകാതിരുന്നത് ആരുടെ ഭാഗ്യം. അമലുമായിട്ട് അവൻ നല്ല അടുപ്പത്തിലായിരുന്നു എന്നാ വേലു പറഞ്ഞത്. ഇങ്ങനെയുള്ളവനൊക്കെ അവന്റെ കാര്യം നടക്കാനായിട്ട് നന്നായിട്ട് അഭിനയിക്കും. ആമയുടെ ഉള്ളിലെ വിഷമൊന്നും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. നാട്ടിൽ നിന്ന് പണവും സ്വാധീനമുള്ള ആൾക്കാർ വരുമെന്നും അവർക്കൊക്കെ ഫോറസ്റ്റിലുള്ളവർ ഒത്താശ ചെയ്ത് കൊടുക്കുമെന്നും ഒക്കെയാണ് സാറേ അവ എഴുതി കാണിച്ചത്. അതുകൊണ്ട് ഫോറസ്റ്റുകാർ അറിഞ്ഞ അവന്റെ ജീവന് ഭീഷണിയാണെന്ന് പറഞ്ഞ് മാമനും മാമിയും ഒക്കെ എന്നെ വിലക്കി. ഒരു കാരണവശാലും എന്റെ നാവിന്ന് അവനിവിടെ ഉണ്ടെന്നുള്ള കാര്യം പറയരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ ഒരു വിലക്ക് ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞു. എന്റെ പെണ്ണും അവനും തമ്മിലുള്ള അരുതാത്ത ബന്ധം ഞാൻ പലതവണ കണ്ടതാ. കാട്ടിനകത്ത് വെച്ച് കാണാൻ പാടില്ലാത്ത പല കാഴ്ചകളും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴും എനിക്ക് കാട്ടിൽ നിന്ന് പോവേണ്ടി വരും എന്നുള്ള ഭയം കൊണ്ടാ സാറേ ഞാനൊന്നും പറയാത്തത്. അതുകൊണ്ട് ഇപ്പൊ എന്താടാ? അവൻ നിന്റെ മാമന്റെ ജീവനും കൊണ്ട് പോയില്ലേ? അവനെ ഞാൻ വച്ചേക്കത്തില്ല സാറേ. ഇനി അവൻ നാട്ടിലുണ്ടെങ്കിൽ ഞാൻ കാടിറങ്ങും സാറേ. അവനെ ഇനി വെട്ടിക്കീറാതെ എനിക്കിനി വിശ്രമിക്കാൻ പറ്റില്ല. എപ്പോഴാ കർമ്മങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്? സമയം തീരുമാനിച്ചിട്ടില്ല. കാരണവന്മാരൊക്കെ വന്നിട്ടുണ്ടല്ലോ, അവര് പറയും. ശരിയെന്നാ, ആ സമയത്ത് ഞങ്ങൾ വരാം. സാറേ, കിരൺ സാറിന്റെയും ഭാര്യയുടെയും നന്മ തിരിച്ചറിയാൻ പറ്റിയില്ല. എന്റെ മാമനും മാമിക്കും അമലുവിനും ഒന്നും എനിക്ക് അവരോട് പലതവണ സത്യങ്ങൾ പറയണമെന്ന് തോന്നിയതാ. പക്ഷെ പറഞ്ഞില്ല. അതിനാ സാറന്മാര് പറയണ പോലെ എന്റെ മാമന്റെ ജീവൻ കൊടുക്കേണ്ടി വന്നു. എടാ, നിന്റെ പെണ്ണെവിടെ? അവൾക്ക് പാവം കിടക്കുന്നത് കാണാനുള്ള ശക്തി ഉണ്ടാവില്ല. ഞാനൊന്ന് നോക്കട്ടെ സാറേ. ശരിയാ, ഓൻ ഈ കാട്ടിൽ തന്നെ ഉണ്ടാവോ? ഒന്നും പറയാൻ പറ്റത്തില്ല. ഈ കാടിനകത്ത് ഇനി ഇതുപോലെ ചെറിയ ചെറിയ വീടുകളുണ്ടല്ലോ. അവിടെങ്ങാണ് ഇതുപോലെ അവൻ പോയി തമ്പടിക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതിനുള്ള സാധ്യത ഒന്നുമില്ല. അങ്ങനെ തമ്പടിച്ചാലേ കാട്ടിലുള്ളവരോന്നെ പീസായി കാണും. ഇപ്പൊ തന്നെ കാട്ടുതീ പോലെ ഈ സംഭവം അറിഞ്ഞില്ലേ? വീണത് കാട്ടുമൂപ്പനാ. എന്തെല്ലാം ആൾക്കാരെ അവരുടെ ഇടയിൽ കയറി പാമ്പ് വാലിന്ന് ജീവൻ വെക്കുന്നത് പോലെ ജീവൻ വെച്ചിട്ട് എന്നിട്ട് അവസാനം അവൻ തിരിഞ്ഞു കുത്തി കളഞ്ഞല്ലോ ബൈജു. അമലു, അതിന്റെ ഒന്നും ആവശ്യമില്ല അമലു. നിനക്ക് കൂടുതൽ ചതി പറ്റുന്നതിന് മുന്നേ അവൻ പോയല്ലോ. കരയാതെ അമലു. എന്റെ അപ്പന്റെ ജീവൻ എടുത്തല്ലോ പോയത്. ഇനി കരഞ്ഞിട്ട് എന്താ അമലു പ്രയോജനം? നീയാണ് മാമിയെ സമാധാനിപ്പിക്കേണ്ടത്. മാമി എല്ലാം നഷ്ടപ്പെട്ടതുപോലെ ഇരിക്കുകയാണ്. നീ വിഷമിക്കേണ്ട. നമ്മളെ എല്ലാം ചിരിച്ചുകൊണ്ട് കഴുത്തറുത്തവനെ എവിടെ ആയാലും ഞാൻ തേടി പിടിച്ചോളാം. അവനെ ഒന്ന് എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിത്തരാൻ പറ്റുമോ? അവനെ കണ്ടു കഴിഞ്ഞ ഉടനെ അവനെ തീർത്ത് വേണം. അവനെ കുറിച്ചുള്ള കഥകളൊക്കെ കേട്ട് ഞെട്ടിത്തരിച്ച ഞാൻ വന്നിരിക്കുന്നത്. അവനെ തല്ലി ശരീരം ചതച്ച് കൊക്കയിലേക്ക് എറിഞ്ഞത് കിരൺ സാറാ. ഒരു രാത്രിയിൽ അവൻ കാട്ടി കിടന്നിട്ടും കുറുനേരികളെ അവനെ കൊന്നു തിന്നില്ല. എങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഈ കാട് കഴിഞ്ഞ പിന്നെ തമിഴ്നാട് അവ ഇനി അങ്ങോട്ടെല്ലാം പോയി കാണാൻ ബൈജു. അങ്ങനെ ഓൻ കാർത്തികേച്ചിനെ ലക്ഷ്മി അമ്മേനെ ഉപേക്ഷിച്ച് പോവോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോകുമെന്ന് പറയാൻ പറ്റത്തില്ല. ചെറിയ ഓൻ പോയിട്ട് ആരെ സംഘടിപ്പിച്ചോണ്ട് വന്നാലോ? ഓൻ വേഷം മാറാൻ പണ്ടേ വിളിക്കനാ.
അതുമ്പോൾ നേരിട്ട് കണ്ടല്ലേ. അതുകൊണ്ട് ഓൻ ഇനി അടുത്തത് ഏത് വേഷത്തിലാണ് വരികയെന്ന് പറയാൻ പറ്റില്ലട്ടോ. അന്ന് ക്രിസ്മസ് ഫാദറിന്റെ വേഷത്തിൽ വന്നപ്പോഴ് കാർത്തികയും ലക്ഷ്മിയമ്മയും കൊല ചെയ്യപ്പെടാത്തത് ആരുടെയൊക്കെ ഭാഗ്യ. അതിനൊപ്പം നിർഭാഗ്യം ഉണ്ട് രതിയളിയ. അന്ന് കാർത്തികേച്ചി വെടിവെച്ചപ്പോ ഓന്റെ മേത്തങ്ങനെ അത് കൊണ്ടിരുന്നെങ്കിലേ ഈ ദുരന്തം എല്ലാം ഒഴിവായിരുന്നു. അത് ശരിയാ. ഇങ്ങനെ അടുത്തിനെ കുറിച്ച് കേട്ടുകേൾവി പോലും ഇല്ലല്ലോ. രതിയളിയ, ഓരോരുത്തരും ഓരോ കാര്യത്തിൽ മിടുക്കന്മാരാണ്. ഇപ്പൊ അടുത്ത സമയത്ത് നന്നായി പറയുന്ന ഒരുത്തണ്ടല്ലോ, ഓന്റെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇവിടെ മനോഹരന്റെ ഓൻ എത്ര കല്യാണാണെന്നാ കഴിച്ച് പിടിച്ചത് ഇപ്പളാ. നല്ല തലച്ചോറും ലേശം ഭാഗ്യം ഉണ്ടെങ്കിലേ ഒരുത്തൻ ഓൻ ആഗ്രഹിച്ചത് എല്ലാം നേടിയെടുക്കാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് ചെന്നാ മതിന്നാ കിരണാടിയൻ പറഞ്ഞു. അത് മതി. പക്ഷെ ഇവിടുത്തെ രംഗങ്ങളൊന്നും കണ്ടു പറ്റുന്നില്ലല്ലോ ബൈജു. എന്തൊരു പാവങ്ങളല്ലേ ഇവര്. എന്നിട്ട് അവസാനം പ്രതികളുമായി. ഞാൻ നിന്നോട് മുമ്പ് പറഞ്ഞിട്ടില്ലേ, വേലൂർ എനിക്ക് കുറെ നാളായിട്ട് അറിയാം. ഒന്നിനും മായ കലർത്താത്തവനവൻ, സംസാരത്തിലും അങ്ങനെ തന്നെ. പാവം, ഒരു നിഷ്കളങ്കനവൻ, സത്യസന്ധൻ. അവരെ ഇപ്പൊ ചതിച്ചത് അവരുടെ മലദൈവങ്ങളാണെന്ന് പറയേണ്ടി വരും. എന്തായി? ഒന്നും പറയണ്ട സാറേ, ആ വീട്ടിലെ രംഗം കണ്ടിരിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരായിരുന്നത്. അമ്മയോന്ന് പറഞ്ഞ പാവം പെൺകുട്ടിക്ക് 2 ദുരന്തങ്ങളാണ് എളിയ സംഭവിച്ചത്. ഒന്ന് ഓളെ അച്ഛൻ പോയി, അതിന് മുമ്പ് തന്നെ ഗംഗ ഓളെ മനസ്സും തകർത്ത്. ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന പാവപ്പെട്ട പെൺകുട്ടികൾക്ക്, ഇതുപോലെ കാട്ടിലൊക്കെ കഴിയുന്ന നിഷ്കളങ്കരായ പെൺകുട്ടികൾക്കും ഇതുപോലെ വലിയ വലിയ അബദ്ധങ്ങൾ പറ്റാറുണ്ട് ബൈജു. നാട്ടിലുള്ളവരെയും കാണാൻ സൗന്ദര്യവും പഠിപ്പുള്ളവരെ കാണുമ്പോൾ അവർക്ക് ആരാധന കൂടും. സത്യത്തിൽ അവരുടെ കൂടെ കഴിയുന്ന വേരുവിനെ പോലെയുള്ളവരാ അത്തരക്കാരേക്കാൾ മാന്യമാരായിട്ടുള്ളത്. അവർക്ക് തുടക്കത്തിൽ മനസ്സിലാവില്ല, പിന്നെ അത് മനസ്സിലാവണമെങ്കിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവണം. ഇതെന്തായാലും ഒരു വല്ലാത്ത അനുഭവമായി പോയി അളിയ. ഇനി ഏതായാലും അമല് വേലുവിനെ നന്നായിട്ട് സ്നേഹിക്കുമല്ലോ. സ്നേഹിക്കുമെന്ന് മാത്രമല്ല, ഇതുപോലെ ഇനി കാട് കയറി ചെല്ലുന്നവന്മാരെ അവള് കണ്ണടച്ച് വിശ്വസിക്കത്തൂല. ഏതായാലും ഇത്രയും ദിവസങ്ങൾക്കിടയിൽ അവൾക്ക് അബദ്ധങ്ങളൊന്നും പറ്റാതിരുന്നത് നന്നായി. ഇനി പറ്റിയില്ല എന്ന് ആർക്കറിയാം. ഇപ്പൊ സത്യം പറയല്ല സാറേ, അവനെ കണ്ടു കിട്ടുകയാണെങ്കിൽ അവന്റെ നെഞ്ചത്ത് ആദ്യം ഞാൻ കത്തി കുത്തിക്കയറ്റും. എനിക്കും അങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ടറിയാ. ഓനൊന്നും നിങ്ങൾ പേടിക്കല്ല വേണ്ടത്. ഇനി നമ്മൾ മരിച്ചാലും വേണ്ടില്ല, എവിടെയാണെങ്കിലും തപ്പി പിടിച്ച് കുത്തി കൊന്നേക്കണം. ഓൻ കാർത്തികേയത്തിന്റെ കല്യാണം കൊടുക്കണല്ലേ നടക്കുന്നത്. അതുകൊണ്ട് എന്ത് തന്നെ വന്നാലും ഹിമ്മക്കൾ കല്യാണം നടത്തണം. അത് ഞാൻ നേരത്തെ തീരുമാനിച്ച കാര്യ. എന്നാൽ ഇപ്പൊ അവൻ എവിടെ കാണുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പോലീസുകാരിപ്പോ പരക്കം പായുമായിരിക്കും. ആ വലവീശുകാരന്റെ മൊബൈലിന്റെ ലൊക്കേഷൻ വെച്ചായിരിക്കും പോലീസുകാർ ഇപ്പൊ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് പുഴയിലേക്ക് അത് വലിച്ചു തന്നത്. ഇവിടെ ഒരുമാതിരിപ്പെട്ട ഒരു സിമ്മിനും റേഞ്ച് കിട്ടുന്ന സ്ഥലമല്ല. പോലീസിന്റെയും പരിധിക്ക് പുറത്താണ് ഈ സ്ഥലം. ഇനി പോലീസ് അപ്രതീക്ഷിതമായിട്ട് ഇവിടെ വന്നാ ഈസി ആയിട്ട് രക്ഷപ്പെടാൻ പറ്റും. കണക്കുകൂട്ടലൊക്കെ പിഴച്ചുപോയി. ഞാൻ തേനിൽ വിഷം കലർത്തിയത് ഒരു കൂട്ടമരണം മുന്നിൽ കണ്ടിട്ടാ. പക്ഷേ ആ കിരൺ എന്ന് പറയുന്നവന്റെ അച്ഛൻ മാത്രമാണ് അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. അയാൾ മരിച്ചിട്ടില്ലെന്ന് അറിയാൻ കഴിഞ്ഞത്. എല്ലാരും കുടിച്ചിരുന്നെങ്കിൽ അളയം താമസിച്ചിരുന്ന കാട് വഴി തമിഴ്നാട്ടിലോട്ട് കിടക്കായിരുന്നു. ഇപ്പൊ ഒരു കൊലപാതകം അതിന്റെ പേരിൽ അയാളോട് എങ്ങനെ? അതെ, ആ മൂപ്പൻ മരിച്ചെന്നറിയില്ല. മിക്കവാറും അതിനാ സാധ്യത. അയാളെ കൊല്ലണമെന്നൊന്നും എനിക്കില്ലായിരുന്നു. എന്ന് വെച്ചാൽ എന്നെ ഈ രീതിയിലേക്ക് കൊണ്ടുവന്നത് അയാളുടെ ചികിത്സയാ. പക്ഷെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ മൂപ്പൻ എന്നെ കൊല്ലാനായിട്ട് വന്നപ്പോ മരിക്കാതിരിക്കാൻ അതല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു. നമ്മൾ ചെന്നൈയിൽ വെച്ച് ടാർജറ്റ് ചെയ്താൽ എത്ര ഈസി ആയിട്ട് അവരെ ഫിനിഷ് ചെയ്ത് പോയിട്ടുള്ളത്. ഇവിടെ നിന്റെ പെങ്ങളുടെ അമ്മയുടെ കാര്യത്തിൽ അത് നടക്കുന്നില്ല. ക്രിസ്മസ് പപ്പയുടെ വേഷം വിട്ട് ഞാൻ ആ വീട്ടിനകത്ത് കടന്നപ്പോ ഉറപ്പിച്ചതാ രണ്ടിന്റെയും മരണം. പക്ഷെ അവിടെയും വിധി എനിക്കെതിരായി പോയി. അന്നൊരിക്കൽ ബൈജു എന്ന് പറയുന്ന ഒരുത്തൻ സ്റ്റെഫിയെ കാണാൻ വന്നപ്പോ കിരൺ എന്ന് പറയുന്നതിന് കൂടെ ഉണ്ടായിരുന്നു. അന്ന് കിരണിനെ കൊല്ലാൻ പറ്റാതെ പോയതാണ് നമുക്ക് കിട്ടിയ തിരിച്ചടി. പോലീസിനേക്കാൾ പേടിക്കേണ്ട ഒരുത്തനാണ് അവൻ. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ഇതുപോലെ എതിരാളി കണ്ടിട്ടില്ല. അവനും മരണഭയം ഒട്ടുമില്ലാത്തവനാ. പിന്നെ കുടുംബം ഉള്ളതുകൊണ്ട് നമ്മളെപ്പോലെ എന്തും ചെയ്യാൻ മടിയില്ലാതെ നടക്കുന്നില്ലെന്ന് മാത്രം. അവനെ പോലെ ഒരുത്തൻ നമ്മുടെ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു പോയനെ. അപ്പോഴേ എടാ, എനിക്ക് വിശക്കുന്നു. എവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കുന്നത്? എവിടെ പോയാലും എന്റെ പടം ഭിത്തിയിൽ പതിച്ചിരിക്കാണല്ലോ. എന്തായാലും ഞങ്ങൾ രണ്ടുപേരൊന്നും കറങ്ങിട്ട് വരാം. വരുമ്പോ ഭക്ഷണം കൂടെ കൊണ്ടുവരാം. പെട്ടെന്ന് വരാം. ശരിടാ.